Heyo buddies! അപ്പം വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് അവർ വർക്കല വ്ളോഗ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തേക്കുന്നത്. വർക്കല ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഡെഫിനറ്റായിട്ട് പോകേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് വർക്കലയിലുള്ളത്. ഇത് ആ ക്ലിഫിൽ നമ്മൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം, കാരണം നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ആ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിങ്ങൾ നടന്ന് തന്നെ ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതിൽ. അത്രയും നിങ്ങൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം, കാരണം ഇവിടെ നല്ല സൂപ്പർവായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, അടിപൊളി ക്യുസൈൻസ്, നമ്മൾ ഇതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്ത കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നടക്കുമ്പോൾ ഒട്ടും ഈ 3 കിലോമീറ്റർ ഒന്നും അല്ലാതെ, കാരണം അടിപൊളി വ്യൂ ആണ്, നമുക്ക് ഫോട്ടോസ് എടുക്കാം, അങ്ങനെ സെറ്റാണ്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇതിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഞങ്ങളിപ്പം സ്റ്റാർട്ടിങ് നല്ല വിശപ്പുള്ളതുകൊണ്ട് ലിറ്റിൽ ടിബറ്റിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. മെനു കാർഡിൽ ഒത്തിരി ഡിഷസ് കണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഒരു ഫ്രൈഡ് റൈസ്, നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. കാരണം ഒന്ന് കഴിച്ച് വയറൊക്കെ ഒന്ന് നിറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്തെങ്കിലും പുതുതായിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പം ഫ്രൈഡ് റൈസ് വാസ് ഓക്കെ, നൈസ് ആയിരുന്നു. നമുക്ക് അങ്ങനെ കുറവുകളും പറയാനില്ല, എന്നാൽ അടിപൊളിയെന്നൊന്നും പറയാനില്ല. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മുകളിലായത് തന്നെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ കരുതി ഓക്കെ നമുക്കൊരു സൂപ്പ് ട്രൈ ഔട്ട് ചെയ്യാമെന്നുണ്ട്. ഞാൻ തെൻതുക് പറഞ്ഞിട്ടുള്ള സൂപ്പാണ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. സൂപ്പ് ഓക്കെ, നൈസ്, സ്മെല്ലൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബൗള് ഒറ്റയടിക്ക് ഒരാൾക്ക് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനിത് മൊത്തത്തിൽ തീർത്തില്ല. ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചിട്ട് പിന്നെ ഞാനത് ബാലൻസ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഞാൻ വെജിറ്റബിൾ സൂപ്പാണ് ഓർഡർ ചെയ്തത്, അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു വികാരം തോന്നിയില്ല. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഷോപ്പിംഗ് പരിപാടിയിലോട്ട് കയറിയിട്ട് അവിടെ അടിപൊളി ഡ്രസ്സസും ബാഗ് കളക്ഷൻസും ഇതേപോലെ ഹാറ്റും ഒത്തിരി വെറൈറ്റീസാണ് കേട്ടോ. പക്ഷെ നല്ല മുടിഞ്ഞ പൈസയാണ്, നല്ല രീതിയിൽ. പക്ഷേ ഇവിടെ നമുക്ക് എടുക്കാം, അതായത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ഒരു അഫോർഡബിൾ റേറ്റിന് എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ല ബാർഗെയിനിങ് സ്കിൽസ് വേണം. നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റേറ്റിന് തന്നെ ഇത് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് നടന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ വ്യൂസാണ്, നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും ഈ ഒരു സ്ട്രീറ്റിൻ്റെ മുന്നിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോയിട്ടുള്ള ആ സമയത്തെ ക്ലൈമറ്റും നല്ല അടിപൊളിയായിരുന്നു, കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി വെയിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് ആ ഒരു ഇവിടെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്ഥലത്തിരുന്ന് സൺസെറ്റൊക്കെ കാണാമെന്ന് പറയുമ്പോണ്ടല്ലോ അത്രയും നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. കാരണം ഈ വ്യൂസൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. കുറച്ച് അധികം ബഡ്ജറ്റില്ല, ഒരു ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ ഒതുക്കുന്നതെന്നുണ്ടെങ്കിലൊക്കെ വർക്കല വന്നിട്ട് നമുക്കൊരു 1 to 2 days ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്ത് പോകാൻ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യണം, കാരണം ഇതൊക്കെയാണ് വർക്കലയിലുള്ളത്, ഇതാണ് വർക്കലയിൽ കാണാനുള്ളത്. അപ്പം നമ്മളിത് ആ സ്ട്രീറ്റിൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയിട്ട്, ഇതാണ് എൻഡ്. ഈ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് പാറ, അങ്ങനെ റോക്കൊക്കെ, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഈ ക്ലിഫിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു റിസോർട്ടിൽ മാത്രം അങ്ങനെ ഇറങ്ങുന്ന പോലെ സ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ആ റിസോർട്ടിൽ കൂടെ മാത്രമേ നമുക്ക് പിന്നെ ഷോറിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പോയ ടൈം അങ്ങനെ ആയത് കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാവിടെയും ക്ലോസ്ഡ് ആയിരുന്നു ആ സമയത്ത്. നല്ല വിൻഡും ബ്രീസൊക്കെ നന്നായിട്ട് ശക്തിയിലാണ്, അതേപോലെ വേവ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരുമാതിരി എല്ലാം ക്ലോസ്ഡ് ആണ്. ഷോറിലേക്ക് ഞങ്ങൾക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരുന്ന് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ തിരിച്ച് നടന്നു. കാരണം ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിൽ പോകാൻ, റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വരിക എന്ന് പറയുന്നത് അത്രയും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നിട്ട്, ഇത് ഡാർജിലിംഗ് കഫേയാണ് കേട്ടോ. ഞാൻ ഒത്തിരി നാളായിട്ട്, അതായത് നമ്മളിങ്ങനെ വർക്കല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഡാർജിലിംഗ് കഫേ എനിക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് ഡാർജിലിംഗ് കുറച്ചധികം എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു ദി അതർ റെസ്റ്റോറൻറ്റ്സ്.
കോക്ടെയിൽ നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. ഞാൻ മെനു കാർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ അധികം ഒന്നും നമ്മൾ കഴിക്കാൻ നിന്നില്ല, ജസ്റ്റ് ഒരു പിസ്സ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല, കാരണം ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ബഡ്ജറ്റ് ട്രിപ്പായിരുന്നു. സോ ഒത്തിരി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് കഴിക്കുന്നത് നമുക്ക് ഒരു റിഗ്രഷൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയും പിന്നെ അതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർബാണ്. സോ നമുക്ക് ആ ഒരു പൈസ കൊടുക്കുന്നതിൽ ഒരു റിഗ്രഷനും വേണ്ട. ഇറ്റ്സ് വർത്ത് പേയിങ് ദറ്റ് മണി. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിച്ച പിസ്സാസൊക്കെ വെച്ചിട്ട് ഇതായിരുന്നു ദ ബെസ്റ്റ് ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. നമുക്കൊരു പിസ്സ ക്രേവിംഗ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഈ ടേസ്റ്റ് മാത്രമേ എൻ്റെ വായിലുള്ളൂ. മറ്റൊന്നും ഞാൻ പിസ്സ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഡാർജിലിംഗ് കഫേയിൽ ഇവിടെ DJ-യും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് കേൾക്കായിരുന്നു. പക്ഷെ നമുക്ക് അതിന് പേയ്മെൻറ്റ് കൊടുക്കണം തോന്നുന്നു. പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവർ ആ DJ ഹാളിലോട്ട് കയറ്റുള്ളൂ. സോ അത് കാരണം ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് എൻജോയ് ചെയ്തത്, സൗണ്ട് കേട്ടിട്ട്. അകത്ത് കയറിയില്ല. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോയി കിടക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. സോ ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. സോ അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ.